ഹലോ ടീംസേ, എങ്ങനെയുണ്ടായിരുന്നു ഇന്നത്തെ കളി? അടിപൊളി കളിയല്ലായിരുന്നു ഇന്ത്യൻ്റെ. സൂപ്പർ കളി അല്ലേ? ഇന്ത്യ മറ്റൊരാട്ട് ജയിപ്പിച്ചടി കൊടുത്ത്. സന്തോഷമായി. നിങ്ങൾ ഞാൻ എറിഞ്ഞ നിങ്ങൾ അടിച്ചോളി എന്നുള്ളൊരു മട്ടായിരുന്നു. ഹാർദിക് പാണ്ഡ്യ, വരുൺ ചക്രവർത്തിയൊക്കെ ഫാസ്റ്റ് ബോളേഴ്സ് അടിപൊളി എറിഞ്ഞ് അവർക്ക് പെട്ടെന്ന് വിക്കറ്റുകളും കിട്ടി. 6 വിക്കറ്റ് തള്ളിയിടാൻ കഴിഞ്ഞെങ്കിലും അവർ നല്ല സ്കോറിലേക്ക് എത്തിച്ച് ബാക്കിയുള്ള ബോളേഴ്സ്. അങ്ങനെല്ലാം കൂടി കഴിഞ്ഞ് ബോളിങ്ങിൽ അവർ മികച്ച പ്രകടനവും. ഈ ടൂർണമെൻറ്റിൽ സൗത്ത് ആഫ്രിക്ക കളിച്ച ഏറ്റവും ടോപ്പ് മത്സരം, അതും വമ്പൻ ടീമിനോട്. 2020 റാങ്കിങ്ങിലൊക്കെ 1ാം സ്ഥാനത്ത് നിൽക്കുന്ന ടീം, T20 1ാം റാങ്കിങ്ങിൽ നിൽക്കുന്ന ബാറ്റ്സ്മാൻ, T20 1ാം റാങ്കിൽ നിൽക്കുന്ന ബോളിങ്ങുകാരന്, 3ാം സ്ഥാനത്ത് നിൽക്കുന്ന ഓൾറൗണ്ടർ, എല്ലാം ഉണ്ടായിരുന്ന ടീം. നിങ്ങൾ കണ്ടില്ലേ ബാറ്റിംഗ് ഓർഡറൊക്കെ? നിങ്ങൾ കണ്ടില്ലേ ടോപ്പ് ഓർഡറിൽ കളിച്ച ബാറ്റിങ്ങുകാർ, മിഡിൽ ഓർഡറിൽ കളിച്ചവർ, ഫിനിഷിംഗ് റോളിൽ കളിച്ച റിങ്കു സിംഗ്. എന്ത് കളിയായാലും വന്നും കൊണ്ട് നിന്ന് അടിക്കുന്നു, ഔട്ടാകുന്നു, പോകുന്നു. അമ്മാതിരി കളികൾ. എല്ലാവരെയും സ്കോറൊക്കെ ഒന്ന് കണ്ടു നോക്കിട്ടോ നിങ്ങൾ. കിടില സ്കോറുകളല്ലേ എന്താലേ. 300 വരെ അടിക്കാൻ കെൽപ്പുള്ള ടീമാണ്. ഇന്ന് 100 അടിക്കാൻ വേണ്ടിയിട്ട് കിടന്ന് വിരകുകയായിരുന്നു. ശിവൻ ദൂബയോടും അവിടെ സ്റ്റാൻഡായില്ല എന്ന് വെച്ചാൽ കഷ്ടമായനെ. ഇന്ത്യനെ നമീബിയ, USA, ഒമാനും അവരുന്നും താഴെ പോയേനെ. ഈ കളീൻ്റെ 2020 തുടങ്ങുന്നതിന് മുമ്പത്തെ മത്സരത്തിലൊക്കെ, വാമപ്പ് മാച്ചിലൊക്കെ സൗത്ത് ആഫ്രിക്കനെ അടിച്ചൊക്കെ ഇട്ട് താഴ്ത്തുന്ന ആ ഒരു ആത്മവിശ്വാസത്തിലാണെന്ന് വന്നത്. നമുക്ക് എല്ലാവർക്കും ഉണ്ടായിരുന്നു ആ ഒരു ആത്മവിശ്വാസം, അതില്ലാവെന്നും പറയുന്നില്ല. എന്നാലും എല്ലാ ആത്മവിശ്വാസത്തിനും ഊമ്പിച്ച് കഴിഞ്ഞിട്ട് ചെക്കന്മാർ നല്ല കിടിലൻ കളി കളിച്ച് അടിപൊളി ജയം ജയിച്ചു കഴിഞ്ഞിട്ട് ചെക്കന്മാർ പോയി. നമ്മൾ ഇനി കാണാം, കണ്ടിരിക്കാന്ന് കിടന്ന് വിരകയായിരുന്നു. ഫീൽഡിങ്ങിൽ വളരെ മോശം ഫീൽഡിങ്. സൂര്യകുമാർ യാദവൊക്കെ ആയിട്ട് വിട്ടുകൂടി തന്നെയാണ്. 4, 2, 3 4 പോയി മിസ്ഫീൽഡ്. മൊത്തത്തിലൊന്നും ഇന്ത്യൻ്റെ ഈ കളിയില്ലായിരുന്നു. അബദ്ധം. ഈ ടീം വെച്ച് കഴിഞ്ഞാൽ മുന്നോട്ട് വെസ്റ്റ് ഇൻഡീസിൻ്റെ അടുത്തൊക്കെ പോയി എന്തോ കാര്യമില്ല, ഒരു കാര്യമില്ല. ടീമിലൊക്കെ ചേഞ്ച് വേണം ബോസ്മാരെ. സഞ്ജുവിനെയൊക്കെ ഇറക്കിക്കോളി. സഞ്ജു ഒരു കളി കളിച്ച് 22 റണ്ണൊക്കെ എടുത്ത് 8 ബോൾ കളിച്ചിട്ട്. അങ്ങനെയൊക്കെ വെച്ച് നോക്കുമ്പോൾ സഞ്ജുവിനെയൊക്കെ ഇറക്കി നിങ്ങൾ. പിന്നെ കൊണ്ടുവരും. എന്താ നിങ്ങൾക്ക് സഞ്ജുവിൻ്റെ കാര്യത്തിൽ മാത്രം 2 ഡെക്കായപ്പോൾ വലിയ പ്രശ്നം? ഇപ്പം നിങ്ങൾക്ക് പ്രശ്നമൊന്നുമില്ലേ? എല്ലാവരെയും കളിപ്പിക്കുക. എന്താ ഈ മാനേജ്മെൻറ്റൊക്കെ കാട്ടിക്കൂട്ടുന്നത്? വളരെ ശോകം. ടീമിൻ്റെ കാര്യം വളരെ ശോകം തന്നെ, ഒന്നും പറയാനില്ല. അപ്പോൾ ഗായ്സ്, നമുക്ക് ഇത്രേ പറയാനുള്ളൂ. വളരെ അബദ്ധ കളിയായിരുന്നു, വളരെ മോശം കളി. ഈ ടൂർണമെൻറ്റിൽ വെച്ച് ഏറ്റവും ലോക്കൽ കളി, ഇന്ത്യൻ്റെ വെച്ച് നോക്കിയാലും ലോക്കൽ കളി, വൃത്തിയിട്ട കളി, മൊത്തത്തിൽ നോക്കിയാലും ഒരു ആവശ്യമില്ലാത്ത കളി. അപ്പോൾ ടീമേ ഒരു ഇഷ്ടാലേ ഒന്ന് ഫോളോ ചെയ്തോ. ഓക്കെ, ഫോളോ ചെയ്ത് ലൈക്കും ഷെയറൊക്കെ അടിച്ച്. ഓക്കെ.